ഒരു കുട്ടി പഠിക്കുന്നു, ഒരു കുട്ടി മിടുക്കനാവണം അല്ലെങ്കിൽ മിടുക്കിയാവണം എങ്കിൽ നമുക്ക് ചില ഈസി ലേണിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ ബ്രെയിനിൻ്റെ എല്ലാ പോർഷൻസും നമ്മൾ പഠിച്ചെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഹിപ്പോ ക്യാമ്പസ് അല്ലെങ്കിൽ സെർബൽ കോർട്ടെക്സ് തുടങ്ങി, അല്ലെങ്കിൽ സെറിബെല്ലം, അല്ലെങ്കിൽ ബേസിൽ ഗാംഗ്ലിയ, ഫ്രണ്ടൽ ലോബ്സ്, അല്ലെങ്കിൽ അമിഗ്ദല, ഇതെല്ലാം നമുക്ക് ഈ സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു പുതിയ ഇൻഫർമേഷൻ നമ്മൾ ഉള്ളിലേക്ക് കടത്തി വിടുകയാണ്, ഒരു പുതിയ സ്കിൽ, ഒരു നിപുണത. അപ്പോൾ നമ്മൾ ന്യൂറോൺസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് വയ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ്. ആൻഡ് സ്ട്രെങ്തൻ ദ കണക്ഷൻസ് എന്നാണ് സിനാപ്സസ് ബിറ്റ്വീൻ ദം, മേക്കിംഗ് ദ പാത്വേ ഫോർ ദാറ്റ് സ്പെസിഫിക് സ്കിൽ ഫാസ്റ്റർ ആൻഡ് മോർ എഫിഷ്യൻറ്റ് ഓവർ ടൈം. അപ്പോൾ ഇത് നമുക്ക് ഉത്തേജിപ്പിക്കാൻ, നമ്മുടെ ഷോർട്ട് ടേം മെമ്മറി ലോങ് ടേം മെമ്മറിയിലേക്ക് നമ്മുടെ ഹിപ്പോ ക്യാമ്പസിനെ പ്രചോദിപ്പിക്കാൻ, അതുപോലെ തന്നെ നമ്മൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസ്, റീസൺസ്, പുതിയ പുതിയ കോൺസെപ്റ്റ്സ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ നമ്മൾ സെറിബൽ കോർട്ടെക്സിനെ പ്രചോദിപ്പിക്കാനുള്ള വഴികളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലിറ്റിൽ ബ്രെയിൻ, ചെറിയ ബ്രെയിൻ എന്ന് പറയുന്നത് സെറിബെല്ലമാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ കോർഡിനേഷൻ, നമ്മുടെ ഒരു കാര്യം, മോട്ടോർ ലേണിംഗ് ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫിസിക്കൽ ലെവലിലൊരു സ്കിൽ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുമല്ലോ, നമ്മൾ പഠിക്കുന്നതിന്, ബാലൻസ് ചെയ്യുന്നതിന്, ഇപ്പോൾ സ്പോർട്സ് തുടങ്ങി, അല്ലെങ്കിൽ അത്തരം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് നമ്മുടെ സെറിബെല്ലം, അതിന് ലിറ്റിൽ ബ്രെയിൻ എന്നാണ് പറയുക. അപ്പോൾ ഇതിനെങ്ങനെ ഉത്തേജിപ്പിക്കാം? അതുപോലെ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന സെറിബെല്ലത്തിൻ്റെ ഡീപ്പ് വിതിനാണല്ലോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്കുന്നതിന്, നമുക്ക് വലിയ ചിന്തകൾ അത് കോൺഷ്യസ് ആയിട്ട് വേണം നമുക്കിതിനെ പ്രചോദിപ്പിക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടൽ ലോബ് ഓഫ് ദ ബ്രെയിൻ, ക്രിട്ടിക്കലായിട്ടുള്ള ചിന്ത, സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്, വോളണ്ടറി മൂവ്മെൻറ്റ്, ഹയർ ലെവൽ ഡിസിഷൻ മേക്കിംഗ്, വലിയ വലിയ തീരുമാനം എടുക്കുന്നതിനുള്ള കഴിവ്, അമിഗ്ദല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഈ പർട്ടിക്കുലർ ഫിയർ, ഇമോഷണൽ സ്റ്റേറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ, നമുക്കിപ്പം പരീക്ഷാ പേടിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവുമോ, അല്ലെങ്കിൽ ഫിയർ ഓഫ് ഫെയിലുവർ, അല്ലെങ്കിൽ ഫിയർ ഓഫ് സക്സസ്, ഇതിന് നമുക്ക് അമിഗ്ദലയാണ് പ്രചോദിപ്പിക്കേണ്ടത്. അപ്പം നമുക്ക് കോൺസെപ്റ്റ് എന്ന് പറയുന്ന സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇതിന് അനുബന്ധമായിട്ട്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഈസി ലേണിംഗ്, അപ്പോൾ സ്റ്റുഡൻസ് ലേണിംഗ് സപ്പോർട്ടിന് ഉതകുന്നതായിട്ടുള്ള, സ്റ്റുഡൻസ് മാത്രമല്ല, അപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ PSC കോച്ചിങ് എടുക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി ബാങ്ക് കോച്ചിങ്ങോ മറ്റോ പ്രിപ്പയർ ചെയ്യുന്നു, ഇവിടെ എല്ലാം നമ്മുടെ ബ്രെയിനിൻ്റെ എൻറ്റയർ ഏരിയ നമ്മൾ കണക്റ്റഡ് ആണ്. എൻറ്റയർ ഏരിയ അതിന് നമുക്ക് ഉത്തേജിപ്പിക്കാനുള്ള, ഇപ്പം തീർച്ചയായിട്ടും നമുക്ക് മറ്റ് മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉണ്ട്. ഇപ്പോൾ ഫുഡ് ഫോർ എക്സാമ്പിൾ, അപ്പം വൈറ്റമിൻ റിച്ച്ഡ്, എൻറിച്ച്ഡ്, അല്ലെങ്കിൽ പ്രോട്ടീൻ എൻറിച്ച്ഡ്, എന്നാൽ നമുക്ക് ഈ നാച്ചുറലായിട്ടുള്ള ഫുഡാണ് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത്. പ്രകൃതിയാൽ നമുക്ക് വരദാനമായിട്ട് ലഭിച്ചിട്ടുള്ളതാണ് ശരിക്കും ബ്രെയിൻ ഫുഡ്. ഫോർ എക്സാമ്പിൾ വാൾനട്ട് നല്ല ഫുഡാണ്. ഈവൻ നമ്മൾ ഈ കപ്പലിൻ്റെ മിഠായിട്ട് കഴിക്കുന്നുണ്ട്, ശർക്കരയുണ്ട്, ഇഞ്ചിയുണ്ട്, അതിൻ്റെ അകത്ത് ഒരുപാട് ഗുണം ചെയ്യും. അതിൻ്റെ അകത്ത് ഏലക്കയുണ്ട്, കാർഡമം ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. നമുക്ക് ശരിക്കും ഈ പന്ന കൊളസ്ട്രോൾ പോലും ഗെറ്റ് റീഡ് ചെയ്യാൻ ഗുണം ചെയ്യുന്നു. അപ്പം ഹാർട്ടിന് ഹെൽത്ത് കിട്ടുന്നെല്ലാം ബ്രെയിനിനും ഗുണം കിട്ടും. അപ്പം ഇങ്ങനൊരു കോമ്പിനേഷൻ പ്രോഗ്രാം നമുക്ക് ലേണിംഗ് നമുക്ക് സ്ട്രക്ചർ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും സ്കില്ല് പുതിയ പുതിയവ നമുക്ക് സ്വാംശീകരിക്കാനും പഠിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കുന്നതിനും ഒക്കെ ഉതകുന്നതായിട്ടുള്ള സ്റ്റുഡൻസ് ലേണിംഗ് സപ്പോർട്ട് പ്രോഗ്രാം നമുക്ക് ഉണ്ട്. അപ്പം നമുക്ക് ഈ ബ്രെയിനിൻ്റെ ഇത്ര ഏരിയാസ് നമുക്ക് നല്ല രീതിക്ക് ഉത്തേജിപ്പിച്ച് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതായിട്ടുള്ള സിസ്റ്റംസ്, മോഡാലിറ്റീസ് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ സ്റ്റുഡൻസ് ലേണിംഗ് സപ്പോർട്ട് കോഴ്സ്. തീർച്ചയായിട്ടും നമുക്കിവിടെ മുഖത്തലയിൽ NPS സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്, നമ്മുടെ സ്വന്തം സ്ഥാപനമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അയത്തിൽ നമ്മൾ മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്, സൈക്കോളജിസ്റ്റ് നാഗരാജാണ്.
960-574-3596 ആണ് എൻ്റെ നമ്പർ. വിളിക്കുക, പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി, സോഷ്യൽ സയൻസ് തുടങ്ങി മാത്സ്, ഏത് ബുദ്ധിമുട്ടും തീർച്ചയായിട്ടും നമുക്കത് മാറ്റിയെടുക്കാനുള്ള സംഗതികളുണ്ട്. അത് ഓരോ കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് നമ്മൾ പ്രത്യേകം കണ്ടു വേണം നമ്മളിങ്ങനെ ആ കുട്ടിയുടെ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാൻ. അപ്പോൾ നമ്മളൊരു കുട്ടിയെ പഠിക്കുക അല്ലെങ്കിൽ ഒരുപാട് ട്യൂഷൻ കൊടുത്തുകൊണ്ട് മാത്രം ആ കുട്ടിക്ക് ഗുണം ചെയ്യത്തില്ല. എന്തുകൊണ്ടൊരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടൊരു കുട്ടിക്ക് തടസ്സം വരുന്നു, എന്തുകൊണ്ടത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് താല്പര്യം കാണിക്കുന്നില്ല, ഇതിനൊക്കെ നമുക്ക് കാരണങ്ങൾ കണ്ടെത്തി ഓരോ കുട്ടിക്ക് പ്രത്യേകമാണ് സെഷൻസ്, ഗ്രൂപ്പ് ക്ലാസ് അല്ല. തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തൂ. 100% നിങ്ങൾക്ക് ഗുണം ചെയ്യും. അല്ലാതെ കുട്ടിയെ 100 ട്യൂഷൻ അയച്ചുകൊണ്ട് മാത്രം ഗുണമില്ല, അല്ലെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യിച്ചുകൊണ്ട് മാത്രം ഒരു പ്രയോജനമില്ല. ഒക്കെ ഉണ്ടായിക്കോട്ടെ, അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടിക്കോട്ടെ, ഒക്കെ നല്ലത് തന്നെ. തീർച്ചയായിട്ടും നമ്മുടെ ഈ സിസ്റ്റം നിങ്ങൾ പ്രയോജനപ്പെടുത്തും, ഗുണം ചെയ്യും. കാരണം 23 വർഷം ആയിട്ട് ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, വളരെ കോൺഫിഡൻസ് നൽകുന്നതായിട്ടുള്ള, എന്നാൽ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ടുള്ള ലേണിംഗ് പ്രോസസ്സാണ്. വരിക, പ്രയോജനപ്പെടുത്തുക. വെൽക്കം.